To BSc Main Physics, Classical Mechanics. Unit number 4 continues. Velocities in lab and center of mass frames. Velocities in lab and CM frames. And this is the 28th lecture. 28th lecture, semester 4, BSc Main Physics. Classical Mechanics, Unit 4, Velocities in lab and center of mass frames. And today we discuss a university question of 2016 July. A question is written here and its answer will be discussed just below. You read the question once. What was the question in 2016 July for May? This is the question. Define center of mass system, obtain relationship between displacements and velocities in lab system. In lab system and CM system, show that the separation of the colliding particles in the lab system and CM system will be the same. Show that the separation of the colliding particles in the laboratory system and the center of mass system will be the same. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സെൻറ്റർ ഓഫ് മാസ് ഡിഫൈൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന് ഉത്തരം നമ്മൾ പുറകിൽ നോക്കിയാൽ മതി, പ്രീവിയസ് ലെക്ചർ നോക്കിയാൽ മതി. അതിൻ്റെ കൂടെ ഉള്ള കാര്യങ്ങളാണ് പുതുതായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഒബ്റ്റൈൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആൻഡ് വെലോസിറ്റീസ് ഇൻ ലാബ് സിസ്റ്റം. ലാബ് സിസ്റ്റം, കറക്റ്റ് സ്പെല്ലിംഗ്, ഇൻ ലാബ് സിസ്റ്റം ഒരു എസ്, ആൻഡ് CM സിസ്റ്റം. ഷോ ദാറ്റ് ദ സെപ്പറേഷൻ ഓഫ് ദി കൊളൈഡിംഗ് പാർട്ടിക്കിൾസ് ഇൻ ദി ലബോറട്ടറി സിസ്റ്റം ആൻഡ് സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വിൽ ബി ദ സെയിം. അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷൻ ലബോറട്ടറി സിസ്റ്റത്തിലും സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിലും ഒന്നാണ് റിലേഷനിൽ എന്ന് തെളിയിക്കുക. മാത്രമല്ല ഈ ലാബ് സിസ്റ്റത്തിലെയും സെൻട്രൽ മാസ് സിസ്റ്റത്തിലെയും പാർട്ടിക്കിൾസിൻ്റെ സെപ്പറേഷൻ സെയിം ആണെന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ആൻസറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യ പാർട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള നോട്ട് നോക്കിയാൽ മതി. നമ്മൾ ഈ ലബോറട്ടറി സിസ്റ്റം, സെൻട്രൽ മാസ് സിസ്റ്റം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ മാസിൻ്റെ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ സെൻട്രൽ മാസ് ഫസ്റ്റ്, ദെൻ ആഡ് ദി ഫോളോയിങ്. അപ്പോൾ സെൻട്രൽ മാസ് സിസ്റ്റം നമ്മൾ നേരത്തെ പഠിച്ചത് അത് നോക്കി എഴുതിയാൽ മതി. ഇനി ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ നോക്കൂ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വെലോസിറ്റീസ്. ഇപ്പോൾ ലാബ് സിസ്റ്റത്തിലും സെൻട്രൽ മാസ് സിസ്റ്റത്തിലും ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റികളും തമ്മിലുള്ള റിലേഷൻ പറയുകയാണ്. ദ വെലോസിറ്റി ഓഫ് CM, സെൻറ്റർ ഓഫ് മാസ്, വിത്ത് റെസ്പെക്ട് ടു ലാബ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ലാബ് സിസ്റ്റത്തിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു ദ ലാബ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ബോത്ത് ദി സിസ്റ്റം ക്യാൻ ബി ടേക്കൺ ആസ് ഇനിഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. രണ്ടിൻ്റെയും ഇനിഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എടുക്കാം. അപ്പോൾ എന്താണ് ഇനിഷ്യൽ ഫ്രെയിം, എന്താണ് ഗ്രാവിറ്റേഷൻ ഫ്രെയിം, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, അതായത് ഈ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിന് മുമ്പിനകത്തുള്ളത് ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, ഗലീലിയം ട്രാൻസ്ഫോർമേഷൻ. അവിടെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. തൽക്കാലം ഇനർഷ്യൽ ഫ്രെയിം എന്നുള്ള വാക്ക് മാത്രം ഓർക്കുക. ഇപ്പോൾ ലബോറട്ടറി സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി ഫ്രെയിമും സെൻട്രൽ മാസ് ഫ്രെയിമും രണ്ടും ഇനർഷ്യൽ ഫ്രെയിമായിട്ടാണ് വിചാരിക്കുന്നത്. ലെറ്റ് ദി പൊസിഷൻ കോർഡിനേറ്റ്സ് be R1 and R2 in the lab system and R1 dash and R2 dash in the center of mass system. അപ്പോൾ രണ്ട് പാർട്ടികൾ എടുക്കുകയാണെങ്കിൽ കൊളൈഡിംഗ് പാർട്ടിക്കിൾ രണ്ടെണ്ണം, ഒന്നാമത്തെ മാസ് M1, രണ്ടാമത്തെ മാസ് M2. അവയുടെ പൊസിഷൻ വെക്റ്റേഴ്സ് ലാബ് സിസ്റ്റത്തിൽ ഒന്നാമത്തിൻ്റെ R1 ആണ്, രണ്ടാമത്തിൻ്റെ R2 ആണ്. സെൻറ്റർ ഓഫ് മാസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ കാണിക്കാനായിട്ട് നമ്മളൊരു പ്രൈം ഡാഷ് ചേർക്കും, R1 ഡാഷ് പ്ലസ് ആൻഡ് R2 ഡാഷ്. അപ്പോൾ ആ പ്രൈം ഇട്ട് കാണിക്കുന്നത് സെൻട്രൽ മാസ് സിസ്റ്റത്തിലെ കോർഡിനേറ്റുകളാണ്, പൊസിഷൻ വെക്റ്റേഴ്സാണ്. ആ പ്രൈം ഇല്ലാതെ, ഡാഷ് ഇല്ലാതെ കാണിക്കുന്നത് ലാബ് സിസ്റ്റത്തിലെ പൊസിഷൻ വെക്റ്റേഴ്സാണെന്ന് ഓർക്കുക. യു റീഡ് ലെറ്റ് ദി പൊസിഷൻ കോർഡിനേറ്റ്സ് ബി R1 ആൻഡ് R2 ഇൻ ദി ലാബ് സിസ്റ്റം ആൻഡ് R1 ഡാഷ് ആൻഡ് R2 ഡാഷ് ഇൻ ദ CM സിസ്റ്റം. ഈ എല്ലാം വെക്റ്റേഴ്സാണ് കേട്ടോ, പൊസിഷൻ വെക്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ഫ്രെയിമുകളും നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിച്ചിരിക്കുകയാണ് ഇവിടെ പടത്തിൽ. ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആ XOY, XZ എന്ന് പറയുന്നത് ലാബ് സിസ്റ്റത്തിലെ
ലാബ് ഫ്രെയിമാണ് അല്ലെങ്കിൽ ലാബ് സിസ്റ്റമാണ്. അതിന് മുന്നോട്ട് മാറി ആ സെൻട്രൽ മാസ് സിസ്റ്റം വി വെലോസിറ്റിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് വിചാരിക്കണം. അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന എക്സ് ഡാഷ് ഒ ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് മാർക്ക് ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ സെൻട്രൽ മാസ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഒ എന്ന് പറയുന്നത് ലാബ് സിസ്റ്റത്തിൻ്റെ ഒറിജിനാണ്. ഒ ഡാഷ് എന്ന് പറയുന്നത് സെൻട്രൽ മാസ് സിസ്റ്റത്തിൻ്റെ ഒറിജിനാണ്. ഒരു പാർട്ടിക്കിളാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ. ഇപ്പോൾ 2 പാർട്ടിക്കിൾ കാണിക്കാം. 2 പാർട്ടിക്കിൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് R2 മാർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു പാർട്ടിക്കിൾ കാണിച്ചിട്ട് അതിൻ്റെ ദൂരം ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന് R1, സെക്കൻഡ് ഫ്രെയിമിൽ നിന്ന് R1 ഡാഷ്. ഈ രണ്ടാമത്തെ കൊളൈഡിംഗ് പാർട്ടിക്കിൾ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ദൂരം R2 ആൻഡ് R2 ഡാഷ്. ഈ ലാബ് സിസ്റ്റത്തിൽ നിന്ന് ദൂരം അളക്കുമ്പോൾ R1, R2 എന്ന് പറയും 2 പാർട്ടിക്കിൾ. സെൻട്രൽ മാസ് സിസ്റ്റത്തിലാണെങ്കിൽ അതിന് R1 ഡാഷ് എന്ന് പറയും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ സെൻട്രൽ മാസ് സിസ്റ്റം ലാബ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് വി വെലോസിറ്റിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. സെൻട്രൽ മാസ് സിസ്റ്റം ലാബ് സിസ്റ്റത്തെ അപേക്ഷിച്ച് വി വെലോസിറ്റിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ആദ്യം ഒയും ഒ ഡാഷും കോയിൻസൈഡ് ചെയ്താൽ ഒരു ടി സെക്കൻഡ് കഴിയുമ്പോൾ ഈ 2 ഫ്രെയിമുകൾ തമ്മിലുള്ള സെപ്പറേഷൻ വി ടി ആകും. കാരണം വി വെലോസിറ്റിയിൽ ടി സെക്കൻഡ് കൊണ്ട് പോകുന്ന ദൂരം വി ടി ആണല്ലോ. അപ്പോൾ ഇനിഷ്യലി ഒ ഡാഷ് കോയിൻസൈഡ് ചെയ്യും. ഈ സെക്കൻഡ് ഫ്രെയിം സെൻട്രൽ മാസ് ഫ്രെയിം മുന്നോട്ട് പോകുന്നത് വി വെലോസിറ്റിയിലാണെങ്കിൽ ടി ടൈം കഴിയുമ്പോൾ സെപ്പറേഷൻ വി ടി ആകും. അപ്പോൾ നമുക്ക് ആ പടം നോക്കി പറയാൻ പറ്റും. എന്താ R1 is R1 ഡാഷ് പ്ലസ് വി ടി. R1 ഡാഷ് സെക്കൻഡിൽ നിന്നുള്ള ദൂരമാണല്ലോ പാർട്ടിക്കിളിലേക്ക്. അപ്പോൾ R1 is R1 ഡാഷ് പ്ലസ് വി ടി എന്ന് പടം നോക്കി നമുക്ക് പറയാം. വി ടിയും R1 ഡാഷും കൂട്ടിയാൽ R1 കിട്ടും. വി എന്ന് പറയുന്നത് സെൻട്രൽ മാസ് സിസ്റ്റത്തിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയാണ് ഈ ലാബ് സിസ്റ്റത്തെ അപേക്ഷിച്ച്. സോ ഇൻ ദ ഫിഗർ we have seen 2 frames. So in the figure we can write R1 is R1 dash plus Vt. Similarly for second particle, R2 is equal to R2 dash plus Vt, where V is the velocity of central mass system with respect to lab system. Everything is clear. Now subtracting, നമ്മളത് ഒന്ന് കുറക്കണം കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ അതിൽ ഫസ്റ്റ് സെക്കൻഡ് കുറച്ചാൽ മതി. R1 minus R2 is equal to R1 dash minus R2 dash, equation number 1. That is separation is same in lab system and central mass system. അപ്പോൾ അത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സെപ്പറേഷൻ സെയിം ആണ് തെളിയിക്കാനായിട്ട്. അപ്പോൾ സെപ്പറേഷൻ സെയിം ആണ് തെളിയിക്കാൻ ഇത്ര എഴുതിയാൽ മതി. R1 minus R2 is that is separation in the first frame with respect to first frame, lab frame. And R1 dash minus R2 dash, the separation between particles with respect to second frame. These two are equal. That is separation is same in lab system and center of mass system. Now we write the velocity relation. We have the relation R1 is R1 dash plus Vt, differentiating with respect to time. അതിന് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് dr1 by dt is equal to dr1 dash by dt plus v. That dr by dt, that is velocity. Therefore dr1 by dt we write as u1. We give a new symbol for velocity because v is used for representing the velocity of frame second with respect to first frame. So u1 is u1 dash plus v. In a similar manner we can write as u2 is u2 dash plus v, equation 2 and equation number 3. Now again in the lab system we have defined lab system initially. Previously we have defined lab system. For lab system the velocity of second particle is 0, u2 is 0. So we write u2 0. When we put this in the above equation we get u2 is u2 dash plus v, that is 0 is u2 dash plus v, that is u2 dash is minus v. u2 dash is minus v, that is equation number 4, that you remember. So velocity of second particle with respect to central mass frame is equal to minus v. Then u1 is u1 dash plus v, we have seen that becomes u1 is equal to u1 dash plus v. V is what? u2 dash minus u2 dash, just above equation number 4. Therefore u1 is equal to u1 dash minus u2 dash, equation number 5. Similarly v1 is v1 dash plus v,
V2 is V2 dash plus V, therefore V1 minus V2 is equal to V1 dash minus V2 dash. Question number 6. Equation 1 and 6. Equation 1. What is equation 1? This is equation 1. And here equation number 6. Equation 1 and 6 give a relationship between displacement and velocities of colliding particles in lab system and center of mass system. അങ്ങനെ ആ രണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ഈ 2016 ജൂലൈ എക്സാമിനേഷന് ചോദിച്ചത്. അപ്പം അത് വെച്ചൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഒരു പ്രോബ്ലം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതും ആ പരീക്ഷയിൽ തന്നെ ചോദിച്ചതാണ്. A neutron moving with velocity 10⁻⁷ meter per second collides elastically, elastically with a carbon nucleus at rest. Evaluate the initial velocity. Evaluate the initial velocity. Their initial velocities in the center of mass system. ഇപ്പോൾ സെൻട്രൽ മാസ് സിസ്റ്റത്തിൽ ഈ രണ്ട് പാർട്ടിക്കിളിനെ വെലോസിറ്റി പിടിക്കാനാണ്. അപ്പോൾ ആദ്യം പറയുന്നത് സെക്കൻഡ് പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് എന്നാണ്. സെക്കൻഡ് പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് എന്ന് വെച്ചാൽ ലാബ് ഫ്രെയിമിൻ്റെ കേസാണ്. ഇവാലുവേറ്റ് യുവർ ദിയർ വെലോസിറ്റീസ് ഇൻ ദ സെയിം സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. സോ ഗിവൺ ലാബ് ഫ്രെയിം, കാരണം U20 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ദ സെക്കൻഡ് പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. ദാറ്റ്സ് ദ ഡെഫിനിഷൻ ഓഫ് ലബോറട്ടറി സിസ്റ്റം. Given lab system, since U2 is equal to 0 and U1 initial velocity of first particle, that is 10⁻⁷ meter per second. We have to find U1 dash and U2 dash in the same system. അപ്പോൾ ഈ ഇനിഷ്യൽ വെലോസിറ്റി രണ്ടും നമുക്ക് സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദിയർ വെലോസിറ്റീസ്, ഇനിഷ്യൽ വെലോസിറ്റീസ് ഇൻ ദി സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം. അപ്പോൾ അതിന് നമ്മൾ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണണം. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ലാബ് സിസ്റ്റം V. അത് കാണാൻ നമ്മൾ നേരത്തെ പിന്നെ ഒരു ചാപ്റ്റർ പഠിച്ചതാണല്ലോ. നമ്മളാ ഒരു ചാപ്റ്ററിനകത്ത്, അതായത് ഈ കൺസർവേഷൻ ലോസിൽ പഠിച്ചതാണ്. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് V is m1 u1 plus m2 u2 by m1 plus m2. രണ്ട് പാർട്ടികൾ ഉണ്ടെങ്കിൽ അവയുടെ സെൻറ്റർ ഓഫ് മാസ് വെലോസിറ്റി കാണുന്ന റിലേഷനാണ് ഇത്. U20 ആണല്ലോ. U20 ആകുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും m1 u1 by m1 plus m2. m1 എന്താണ്? വെലോസിറ്റി ഓഫ് m1 ഈസ് ദ മാസ് ഓഫ് ന്യൂട്രോൺ. അത് നമ്മൾ ഈ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പോൾ അതൊരു 1 അറ്റോമിക് മാസ് യൂണിറ്റാണ് അതിൻ്റെ മാസ്. ഇപ്പോൾ 1 mu. ഇത് u1 10⁻⁷ by m1 1 plus m2, അത് കാർബൺ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ തൂക്കം, അത് 12 ആണ്. 12 U. So we get 10⁻⁷ by 13. That is the velocity of center of mass. In the margin we have written m1 is 1 for neutron, m2 is 12 for c12. That is the mass, atomic mass unit, in atomic mass unit. Now, in the previous theory, in the essay question, we have seen that U2 dash is equal to minus V. നമ്മൾ പഠിച്ചതാണ്. Therefore U2 dash is equal to 10⁻⁻⁷ by 13 meter per second. That is minus 0.077 into 10⁻⁷ meter per second. That is the velocity of second particle, that is carbon atom, in the center of mass system. Again U1 is equal to U1 dash minus U2 dash. We have the relation. U1 is U1 dash minus U2 dash. We have written that is 10⁻⁷ is equal to U1 dash minus 10⁻⁷ by 13. That is 10⁻⁷ is U1 dash plus 10⁻⁷ by 13. That is U1 dash is equal to 10⁻⁷ minus 10⁻⁷ by 13. 10⁻⁷ minus 0.077 into 10⁻⁷. You take the common factor, we get 10⁻⁷ outside. So the answer is 0.923. 0.923 into 10⁻⁷ meter per second. That is the answer.
U1 is U1 dash minus U2 dash. We have seen previously. In one more question, here we can see that is also a university question. Prove that a target which is at rest in the lab system will have a velocity v with respect to central mass system. Prove that a target which is at rest in the lab system will have velocity v with respect to central mass system. ഇപ്പോൾ ലാബ് സിസ്റ്റത്തിൽ റെസ്റ്റിലുള്ള പാർട്ടിക്കിളിന് സെൻട്രൽ മാസ് സിസ്റ്റത്തിൽ ഒരു വെലോസിറ്റി ഉണ്ടെന്ന് തെളിയിക്കാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ ആ കൊളീഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഒരു പടത്തിൽ. ഒന്നാമത്തെ പാർട്ടിക്കിൾ മാസ് m1, വെലോസിറ്റി u1. രണ്ടാമത്തെ പാർട്ടിക്കിൾ m2, u2 0 because we consider lab system. In the lab system u2 is 0. And after collision the velocities are changed to v1 and v2 respectively. And we have seen that target is m2. In the lab system its velocity u2 is equal to 0. In central mass system velocity of target u2 dash. Target is u2 dash. We have the relation u1 is u1 dash minus u2 dash. And u2 dash is equal to minus v. u2 dash is minus v. Since velocity of center of mass is v, since velocity of center of mass, u2 dash minus v and v is the velocity of center of mass. It is not 0 in lab system. So u2 dash has a finite, has a value. u2 dash has a value, that is target in center of mass has a velocity. That is the meaning. അപ്പോൾ u2 dash മൈനസ് വി ആണ് തെളിയിക്കുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾ തെളിയിച്ചതാണ്. ഇതാണല്ലോ കണ്ടീഷൻ. അപ്പോൾ u2 ഡാഷിനൊരു വിലയുണ്ട്, മൈനസ് വി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിലാണെങ്കിൽ u2 0 ആണ്, സെക്കൻഡ് ഫ്രെയിമിലാണെങ്കിൽ u2 ഡാഷ് മൈനസ് വി ആണ്. സോ സെൻറ്റർ ഓഫ് മാസ് വെലോസിറ്റി ആണ് v. സോ വെലോസിറ്റി ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ ഇൻ ദി സെൻട്രൽ മാസ് സിസ്റ്റം ഈസ് നോട്ട് 0, ഇറ്റ് ഈസ് മൈനസ് v. And one more problem. This is also a university question. ഇവിടെ ലൈൻ ടോപ്പ് ലൈൻ ഒന്ന് മിസ് ചെയ്യുള്ളൂ, ഞാൻ വായിക്കാം. A moving particle of mass m. A moving particle of mass m collides. ഇത് ചേർക്കണം കേട്ടോ. A moving particle of mass m collides with a tertiary particle of mass 2m. അങ്ങനെ ചേർക്കുക കേട്ടോ. ഒന്ന് കറക്റ്റ് ചെയ്യണേ. A moving particle of mass m collides with a. അത്ര ചേർക്കണേ. A moving particle of mass m collides with a tertiary particle of mass 2m. Show that the colliding particle will lose 8/9 of its initial energy after collision. അപ്പോൾ ഒരു മൂവിങ് പാർട്ടിക്കിൾ മാസ് എം ആണ്. അത് ഒരു സ്റ്റേഷനറി പാർട്ടിക്കിൾ 2m ഉള്ള ഒരു സ്റ്റേഷനറി പാർട്ടിക്കിളുമായിട്ട് കൊളൈഡ് ചെയ്യുകയാണ്. സോ ദാറ്റ് ദി കൊളൈഡിങ് പാർട്ടിക്കിൾ വിൽ ലൂസ് 8/9 ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ എനർജി ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ഈ കൊളൈഡിങ് പാർട്ടിക്കിളിന് അതിൻ്റെ ഇനിഷ്യൽ എനർജിയുടെ 8/9 നഷ്ടപ്പെടും എന്ന് തെളിയിക്കാൻ. It is a university question. So the velocity relation we have studied in the first class of this chapter. Final velocity of mass m, first mass v1, m1 minus m2 u1 plus 2m2 u2 by m1 plus m2. And m1 is m, m2 is 2m. So we write m minus 2m into u1 plus 2 into 2m into 0 by m plus 2m. That is minus u1 by 3, u1 simplification. So velocity of first mass after collision is minus u1 by 3. Minus u1 by 3. It is repeated here. So loss of Ke of first mass. Loss of Ke of first mass equal to initial Ke minus final Ke. That is half m1 u1 square minus half m1 into v1 square. That is half m1 u1 square minus half m1 into, what is v1? Minus u1 by 3, the square.
half m1 u1 square is taken out, the common factor 1 minus we get 1 by 9, 1 minus 1 by 9, that is half mv square into 80 by 9 is equal to 80 by 9 half mu square, that is 80 by 9 of initial kinetic energy of first mass, that is chance. The loss of kinetic energy of first mass is equal to 80 by 9 of initial kinetic energy of first mass, that is to be proved. The loss of Ke of first mass is equal to 80 by 9 of initial Ke of first mass, that is the answer. So with this, the 28th lecture is over, and with this we conclude the chapter collision, and now in the next class we see the new chapter, which is the Lagrangian dynamics. The Lagrangian dynamics will be the next chapter, and that we see in the next class. Thank you very much.